നിക്ക് നിക്ക് നിക്ക്, നിങ്ങൾ രണ്ടുപേരും ആരാ? ഐശ്വര്യയുടെ സ്വന്തക്കാരാ. ഞാനറിയാതെയോ? നിങ്ങൾ രണ്ടുപേരെ ഞാൻ എവിടെയോ എപ്പോഴോ കണ്ട പോലെ ഉണ്ടല്ലോ. കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഉണ്ടാവില്ല. അതങ്ങനെ തന്നെയാ. വന്നോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ചെറിയച്ച, ഞാൻ പറഞ്ഞില്ലേ അന്നെ രണ്ടുപേരെ രക്ഷിച്ചുവെന്ന്? അതിവരാ. ഇവരോ? വരൂ വരൂ. അവിടെ നിക്ക്. മുത്തശ്ശ, അമ്മേ, ഡാഡി, വല്യച്ഛ, വല്യമ്മേ, ചെറിയമ്മേ, എല്ലാരും വാ, വേഗം വാ. എന്താ മോളെ? ഇവരാ അമ്മേ അന്നെ രക്ഷിച്ചത്. ആ അല്ല, എന്തിനാ നാണിക്കുന്നേ? ഇങ്ങോട്ട് വാ. അമ്മേ, ഇത് ഞാൻ രാജ. നമസ്കാരം. ഇത് എന്റെ ഫ്രണ്ട് ഗുപ്ത. ഗുപ്ത, ചിത്രഗുപ്ത. യെസ്. എന്നാലും ഇവനെന്താ ഞാൻ കറങ്ങി കറങ്ങി നോക്കുന്നേ? എവിടെയോ കണ്ടിട്ട്. ഓ, എവിടെയാ? പോയി. ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? നിങ്ങളാണ് ഐശ്വര്യ വന്ന് രക്ഷിച്ചതെന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ ഫാമിലി മുഴുവൻ നിങ്ങളോട് നന്ദി പറയാൻ കാത്തിരിക്കുകയായിരുന്നു. ഏതോ ചെറിയ സഹായം ചെയ്തു, അതിനെന്തിനാ നന്ദി. അങ്ങനെ പറയരുതേ. ഞങ്ങളുടെ പ്രാണനായ ഐശ്വര്യമോളെ കാത്തു രക്ഷിച്ചവരാ നിങ്ങള്. അതെ, ഐശ്വര്യയുടെ മേത്തൊരുന്നുള്ളു മണ്ണ് വീണാൽ പോലും ഞങ്ങൾ സഹിക്കില്ല. അവളെ രക്ഷിച്ച നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാ. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഐശ്വര്യ നിങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ. അവള് നാളെ നിങ്ങളെ വിട്ട് പോയാൽ എന്താ നീ ഇങ്ങനെ പറയുന്നത്? അതൊന്നുമില്ല. നാളെ അവൾക്ക് കല്യാണമായി ചെക്കന്റെ വീട്ടിലേക്ക് പോയാലോ? നിങ്ങൾ കഷ്ടപ്പെടില്ലേ? ഓ അങ്ങനെ. എന്തിനാ ഗുപ്ത കഷ്ടപ്പെടുന്നത്? ഈ വീട്ടിൽ നിൽക്കുന്നവനായ പോരെ, രണ്ടുപേരും വീട്ടിലുണ്ടാവുമല്ലോ. ഗുപ്ത, ഞങ്ങൾ മനസ്സിലുള്ളത് അത് തന്നെയാ. ഞങ്ങളുടെ മോൾ ഐശ്വര്യ ഞങ്ങളെ വിട്ട് എവിടെയും പോകരുത്. എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? വന്നവർക്കല്ലേ ചായയും കാപ്പിയും കൊടുത്തോടെ? അതിനല്ലേ വന്നത്. ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. ശരി. യമദേവ, മുത്തശ്ശനെ കാണാനില്ലല്ലോ. പോളിഷ് ചെയ്യാനുണ്ടോ? ആഭരണങ്ങൾ പോളിഷ് ചെയ്യാനുണ്ടോ? റോൾഡ് ഗോൾഡ് ഒറിജിനൽ ഗോൾഡ് ആക്കി കൊടുക്കും. നാരായണം. പോളിഷ് ചെയ്യണ, ആഭരണങ്ങൾക്ക് പോളിഷ് ചെയ്യണ. ആരെയും കാണുന്നില്ല. ஐயா, பாலிஷ் பையா, சரக்கு வச்சிருக்கே, இறக்கி வச்சிருக்கே, அறுத்த கோழி முളക് പൊട്ട് വറുത്ത് വെച്ചിരിക്കേ. ആദ്യം നിന്റെ പാട്ട് നിർത്തിയിട്ട് ചരക്ക് എവിടെ ഇരിക്കുന്നെന്ന് പറ. എന്റെ അമ്മയുടെ 10 പവൻ സ്വർണത്തിനെ പാളിഷ് പോടണം. അകത്തേക്ക് വാ. നീ ഒരു വേലക്കാരി, നിന്റെ അമ്മയ്ക്ക് 10 പവന്റെ സ്വർണ്ണം. എന്റെ അമ്മയുടെ അല്ല, എന്റെ ഓണർ അമ്മയുടെയാ. വേഗം വന്ന് പാളിഷ് ചെയ്യ്. ചെയ്യാം. നിന്റെ ഓണർ അമ്മയ്ക്കും പോളിഷ് ചെയ്തു തരാം. നിനക്ക് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴാണോ ആഭരണത്തിന് പോളിഷ് ഇടുന്നത്? ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? നവരാത്രി വരിക, ആഭരണങ്ങളൊക്കെ ഒന്ന് പോളിഷ് ചെയ്യണമെന്ന് കുറച്ച് ദിവസങ്ങളായി വിചാരിക്കുന്നു. നീ പോളിഷ് ചെയ്യ്. നടക്കട്ടെടാ, ഇത് പെണ്ണുങ്ങളുടെ വിഷയ. നീ എന്തിനാ അതിനകത്ത് തലയെടുത്ത്? നിങ്ങൾ ചെയ്യ്. ശരി. ഇരിക്കും മക്കളെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഞാൻ കാരണവർക്ക് ജോലിയുണ്ട്, നിങ്ങൾക്ക് വേലയും കൂലിയൊന്നും ഇല്ലേ? നിന്നെ എവിടുന്ന് പറഞ്ഞയക്കുന്ന ഇപ്പൊ എന്റെ ജോലി. നിന്നെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന മോളെ. ആ വള ഊരി തരൂ. വെള്ളിയാഴ്ച സ്വർണ്ണാഭരണങ്ങൾ പോളിഷ് ചെയ്താൽ ലക്ഷ്മി ദേവി നമ്മുടെ കുടുംബത്ത് വരുമെന്നാ. അതിങ്ങോട്ട് തന്നെ. ഒത്തിരി കറുത്തിട്ടുണ്ടല്ലോ. ആ രുദ്രാക്ഷമാല ഇങ്ങ് ഊരുത്താ മോളെ, പോളിഷ് ചെയ്ത് തരാം. നാരായണ. ഈ രുദ്രാക്ഷത്തിന് വേണ്ട, അത് മാത്രം ചെയ്താൽ മതി. എന്താ മോളെ ഇത്? എല്ലാ ആഭരണങ്ങളും പളപളാന്ന് മിന്നുമ്പോ ആ രുദ്രാക്ഷം മാത്രം അഴുക്ക് പിടിച്ചിരുന്നാൽ നന്നായിരിക്കുവോ? അതിങ്ങ് ഊരിത്താ മോളെ. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്ക്. എന്താ മോളെ ആലോചിക്കുന്നത്? അത് പവിത്രമായ മാലയാ, അതിൽ അഴുക്ക് പിടിച്ചിരുന്നാൽ മോശമല്ലേ? നിങ്ങളൊന്നും പറ, അല്ലെങ്കിൽ വേണ്ട, നിങ്ങളെങ്കിലും പറ. വല്യമ്മേ, ഇതൊന്ന് അഴിച്ചേ. പോളിഷ് ഇടാനെന്ന വ്യാജന ആഭരണം കേൾക്കുന്ന കള്ളൻ.
രുദ്രാക്ഷമാല അഴിക്കണ്ട. പാർവതി, ആഭരണങ്ങളൊക്കെ വാങ്ങിക്കേ. എന്തിനാ നീ വായെടുക്കടി. പോളിഷ് ചെയ്യാനെന്നും പറഞ്ഞ ആഭരണം കക്കുന്ന കള്ളൻ. നീ ഒരു കള്ളനാണെന്ന് പേപ്പറിൽ വന്നത് ധർമ്മം കാണിച്ചപ്പോഴേക്ക് മനസ്സിലായത്. യമധർമ്മരാജ, അയ്യോ, അവനെ വിളിച്ചപ്പോ നീ എന്തിനു വീണത്? നിന്റെ കളി ഇവിടെ നടക്കില്ല. അതെപ്പോഴേ മനസ്സിലായി. ഇനി എന്തിനാ ഞാനിവിടെ? ഞാൻ പോവാ. രാമദാസ വേഗം പാടാ. വരുന്നു. എടാ ടൈസനെ അഴിച്ചു വിടറാ. എടാ അതിനെ അഴിച്ചു വിട്ടാ അത് കുറച്ചോളും. നീ എന്തിനാണ് കുറയ്ക്കുന്നത്? യമപാശത്താൽ അവളുടെ ജീവൻ എടുക്കാതെ എന്ത് കാരണത്താൽ അവളുടെ ജീവൻ രക്ഷിച്ചു? ഒന്നും മിണ്ടാതിരുന്ന എന്താ അർത്ഥം? എന്താ നിന്റെ മനസ്സിലെ? പ്രണയം ഗുപ്ത. അതെ, ഞാൻ ഐശ്വര്യയെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. നീ ഒരു മാനവ പെണ്ണിനെ സ്നേഹിക്കാവോ യമ? അവൾക്ക് നല്ല മനസ്സ് മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസാക്ഷിയുണ്ട്. അതാ ഞാൻ അവളെ ഇഷ്ടപ്പെടാൻ കാരണം. ധർമ്മ, നീ വഴിമാറി സഞ്ചരിക്കുന്നു. നീ നിന്റെ കടമയെ മറക്കുന്നു. നമ്മൾ ഇവിടെ വന്നത് അവളുടെ ജീവൻ എടുക്കാനാണ്. ഭൂമിക്ക് ഭാരമായിരിക്കുന്ന മഹാഭാവികളെ വിട്ടിട്ട് ഐശ്വര്യയുടെ ജീവൻ എടുക്കാൻ ഞാൻ അനുവദിക്കില്ല. രുദ്രാക്ഷം അവളുടെ കഴുത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാവണം. ആരെങ്കിലും അതെടുക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ ഞാൻ എന്തും ചെയ്യും. അതല്ല യമധർമ്മ. ഒന്നും പറയണ്ട ഗുപ്ത. ഞാൻ പറയുന്നത് അനുസരിക്കുക മാത്രമാണ് നിന്റെ പണി. ഞാൻ യമനാടാ, യമനാടാ. എന്താണിത്? ധർമ്മൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയിട്ടും നീ എന്താ ഒന്നും മിണ്ടാതെ നിന്ന് കളഞ്ഞത്? ജീവൻ എടുക്കേണ്ട യമൻ പ്രണയവലയിൽ കുടുങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? കാരണവരോട് പറഞ്ഞാൽ അവര് നോക്കിക്കോളും. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സ്നേഹിതൻ തെറ്റായ വഴിയിലൂടെ പോയാൽ നീയാണ് അവനെ പറഞ്ഞു തിരുത്തേണ്ടത്. എന്ന് വെച്ച് അവരെ എതിർക്കാൻ പറ്റുമോ? നീ എതിർക്കുന്നത് സൃഷ്ടിയുടെ ധർമ്മത്തിന് വേണ്ടി. ദാ ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ ചെയ്യുന്ന എന്താണ്? നരകത്തിൽ വരുന്നവരുടെയും പോകുന്നവരുടെയും കണക്കെഴുതി വെക്കുന്നു. എന്നാൽ ഇവനോ ആ ശിക്ഷ കൂടി ഈ ശിക്ഷ കൂടെന്ന് ഓരോന്ന് ആജ്ഞാപിച്ച് പേരും പ്രശസ്തിയും നേടി പോത്തിന്റെ പുറത്ത് ചുറ്റുന്നു. അതുകൊണ്ട് നിന്റെ കടമയാണെന്ന് വിചാരിച്ച് ആ രുദ്രാക്ഷ അഴിക്ക്. രുദ്രാക്ഷം ഞാൻ എടുത്താലും ജീവൻ അവനല്ലേ എടുക്കേണ്ടത്? ആദ്യം നീ രുദ്രാക്ഷ എടുക്കുക, ബാക്കിയുള്ളത് മുകളിലുള്ളവർ നോക്കും. അത്രയല്ലുള്ള കാര്യം. ഇനിയും പറയണോ? എന്റെ റോക്കങ്കൾ റാക്കി, നീ ആരോടാ സംസാരിക്കുന്നത്? പറയടി. ഞാൻ ആരടുത്ത് സംസാരിച്ചാലെന്താ, എന്റെ മനസ്സ് മുഴുവൻ നീ തന്നെയല്ലേ. 1000 ബൾബ് കത്തിച്ചു വെച്ചേക്കുന്ന പോലെ നിന്റെ കണ്ണ് തിളങ്ങുന്നല്ലോടി. ഇത്ര മധുരമായ വാക്കുകൾ പറഞ്ഞ് എന്നെ ഒത്തിരി നാളുകളായി ആശിപ്പിക്കുന്നതല്ലാതെ എന്നെങ്കിലും ഒരു റിങ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടോ? നിനക്ക് റിങ് എന്തിനാടി റോക്കങ്കൾ റാക്കി? നിന്നെ ഞാൻ തങ്കത്തിൽ അഭിഷേകം ചെയ്യാം. നിനക്ക് വേണ്ടി എന്ന് മാത്രം തങ്കമാണ് ഞാൻ കൊണ്ടുവന്നറിയോ? എല്ലാം നിനക്കുള്ളതാ, എടുത്തോ. സത്യാണോ? ആ എന്തിനാണ് നീ എന്റെ കയ്യെ കടിച്ചത്? കടിക്കാൻ മാത്രല്ല, നിന്നെ ഞെക്കി കൊല്ലാ വേണ്ടത്. മുഴുത്ത കള്ളുകൂടിയെ രാത്രി കുടിച്ചോന്ന് ഇതുവരെ ഇറങ്ങില്ലേ? കല്ലെടുത്തോണ്ട് വന്നിട്ട് തങ്കോണ് പോലും. കല്ല ഈ മൂക്കുത്തിയും പൊട്ടുകമ്മലും അല്ലാതെ വേറെ ഒന്നും നീ കണ്ടിട്ടില്ലല്ലോ. അതാ ഇത്രയും തങ്കം കണ്ടപ്പോ നിനക്ക് കരിങ്കല്ലാണെന്ന് തോന്നിയത്. ഇനി ഒരിക്കൽ കൂടെ നല്ലോണം നോക്കിയേ. ഇതിനെന്തോന്നാ പറയുന്നേ? ഗോൾഡ്, ഓൾഡ് ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഇതാണ് ഗോൾഡ്. ഇനി ശരിയാവില്ല. എന്നെ പറ്റിക്കാൻ നോക്കുന്നു. എടോ കള്ളുകൂടിയാ. ప్యాంట్ బెల్ట్ కాదు, సీట్ బెల్ట్ పెట్టుకోండి. ഏയ്, എന്നെ ഒന്ന് നോക്ക്. എന്തിന്? എന്തിനാന്നോ? എന്താ ഇത്ര ഇൻട്രസ്റ്റ് ആയിട്ട് വായിക്കുന്നേ? ഞാനൊന്നും വായിക്കല്ല. തമിഴില് തൃശ അഭിനയിച്ച സിനിമ കണ്ടോണ്ടിരിക്കാം. ഇതാണോ വലിയ കാര്യം? സിനിമ പിന്നെ കാണാം. ആദ്യം എന്റെ സാരി ഉണ്ടെന്ന് പറ. ചെന്നൈ സിൽക്സിലെ ബൊമ്മ പോലെ കലക്കിയിട്ടുണ്ട്. എക്സലന്റ്. യെല്ലോ സാരി, യെല്ലോ ബ്ലൗസ്. ഓക്കെ. ഉള്ളിലിട്ടിരിക്കുന്ന ബ്ലാക്ക് പാവാട അത്ര മാച്ച് അല്ല. ഉള്ളിലിട്ടിരിക്കുന്നത് ആർക്ക്? ഏയ്,
എന്താ പറഞ്ഞേ? ഉള്ളില് ബ്ലാക്ക് കളർ പാവാട ഞാൻ ഇട്ടിരിക്കുന്നത് തനിക്ക് അങ്ങനെ അറിയാം? പാവാട മാത്രമല്ല, നിന്റെ ദേഹത്തുള്ള മറുകും കാക്കാപ്പുള്ളി എല്ലാം പറയും. നിന്റെ ഇടത്തെ തൊഴിലൊരു മറുകുണ്ടല്ലേ, നിന്റെ വലത്തെ തൊഴിലൊരു മറുക്, വയറ്റിലൊരു മറുക്, അരക്ക് താഴെ ഒരു നിന്റെ പുറകിലുള്ള ഒരു മറുക് ഞാൻ പറഞ്ഞുതരാം. വേണ്ട. പറയട്ടെ പറയണ്ട. പറയട്ടെ. പറയരുത്. ഇയാളുടെ നോട്ടത്തിൽ എന്താ മന്ത്രമുണ്ട്? എന്നെ പോലെ വല്ല കളഞ്ഞു പോയോ? ഞാൻ സഹായിക്കണോ? ഡാഡി, ഇവിടുന്ന് ഒന്ന് പോകാമോ? ഇനി നിന്റെ അച്ഛന്റെ കാര്യം പറയട്ടെ. പുറമെ ഡീസന്റ് ആയിട്ട് ഡ്രസ് ചെയ്തിട്ട് അടിയിൽ അണ്ടർവെയർ ഇട്ട് കടല വിൽക്കാതെ നടക്കുന്ന ആളെ പോലെ ഉണ്ട്. അരക്കൈ തയ്ക്കാൻ പറഞ്ഞിട്ട് അവന്മാര് ഫുൾ കൈ തയ്ച്ചു വെച്ചിരിക്കും. എന്നെ പോലെ ചെയ്തോണ്ടിരിക്കുന്ന ഡാഡി, ഒന്ന് പോകാൻ. നിന്നെ ഇന്ന്